2024 ജനുവരി മാസത്തിൽ ഞങ്ങൾ നടത്തിയ ഒരു UAE സന്ദർശനത്തിനിടയിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഈ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. UAE സമയം 3:30-നാണ് ഞങ്ങൾ ഷാർജ എയർപോർട്ടിലെത്തിയത്. മകന്റെ കൂടെ നേരെ ഫ്ലാറ്റിലേക്ക്. ഷാർജ ദുബായ് റോഡിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത 6 വരി പാതകളാണ് പ്രധാന റോഡുകളെല്ലാം. ഓരോ ലൈനുകളിലൂടെയും പോകാവുന്ന കൂടിയ വേഗം ചുവന്ന പശ്ചാത്തലത്തിൽ റോഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കുറച്ചു സമയം വിശ്രമിച്ച ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. ദുബായ് ക്രീക്കിലൂടെയുള്ള ഒരു ആഡംബര ബോട്ട് യാത്രയാണ് ഇന്നത്തെ പ്രോഗ്രാം. ദൗ ക്രൂയിസ് എന്നാണ് ഇതിന്റെ പേര്. ഏകദേശം 45 മിനിറ്റ് യാത്രയുണ്ട് ഇവിടുന്ന്. സമ്പത്തിലും വികസന കാഴ്ചപ്പാടിലും ലോകത്തിന്റെ നെറുകയിലെത്തി നിൽക്കുന്ന ദുബായ് സിറ്റി ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് മത്സ്യബന്ധനം നടത്തി ഉപജീവനം കഴിച്ചിരുന്ന ഒരു കൂട്ടം ജനങ്ങൾ മാത്രം താമസിച്ചിരുന്ന ഒരു ഗ്രാമമായിരുന്നു. പിന്നീട് ദശകങ്ങളോളം മത്സ്യബന്ധനവും പേൾ വ്യവസായവുമായിരുന്നു ദുബായ് എക്കണോമി നിയന്ത്രിച്ചിരുന്നത്. 1960-കളിൽ ക്രൂഡ് ഓയിൽ ശേഖരം കണ്ടെത്തിയതിനു ശേഷമുള്ള 6 പതിറ്റാണ്ടുകൾ കൊണ്ട് ദുബായ് നഗരത്തിനുണ്ടായ വളർച്ച അമ്പരപ്പിക്കുന്നതാണ്. എന്നാൽ ഇന്ന് ദുബായ് GDP-യുടെ 5% താഴെ മാത്രമേ ഓയിൽ മേഖലയിൽ നിന്നുള്ള സംഭാവനയുള്ളൂ എന്നത് വിരോധാഭാസം. അന്നത്തെ രാജാവായിരുന്ന ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് ഓയിൽ മേഖലയിൽ നിന്നുള്ള വരുമാനം നഗരവൽക്കരണത്തിനും മറ്റു വാണിജ്യ വ്യവസായങ്ങളുടെ വളർച്ചയ്ക്കും വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്നതായിരുന്നു ഇതിന് കാരണം. ഇതാണ് ദുബായ് ക്രീക്ക്. കടൽ ചില സ്ഥലങ്ങളിൽ കരയിലേക്ക് കയറി രൂപപ്പെടുന്ന ജലപാതകളാണിവ. കരകളിൽ രൂപപ്പെടുന്ന സ്വാഭാവിക തുറമുഖങ്ങൾ ദുബായിയെ ചരക്കു നീക്കത്തിന്റെ യൂണിവേഴ്സൽ ഹബ്ബാക്കി മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്. പുരാതന കാലത്ത് ഇന്ത്യയിൽ നിന്നും കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നും മറ്റും വന്നിരുന്ന കപ്പലുകൾ ഈ ക്രീക്കുകളിലൂടെയാണ് തീരത്ത് എത്തിയിരുന്നത്. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ക്രൂയിസ് യാത്ര ആരംഭിക്കുന്നത്. സാധാരണ ബോട്ടുകൾ മുതൽ 5 സ്റ്റാർ സൗകര്യങ്ങളോടുകൂടിയ ആഡംബര ബോട്ടുകൾ വരെ ഇവിടെയുണ്ട്. ഇതാണ് ഞങ്ങൾക്കുള്ള ബോട്ട്. ഇന്റീരിയർ വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. താഴെ ആരും തന്നെയില്ല. സഞ്ചാരികളെല്ലാം മുകളിലാണ്. ഞങ്ങൾ മുകളിലേക്ക് കയറി. പലരും വന്നു തുടങ്ങുന്നതേയുള്ളൂ. ക്രീക്കിന് ഇരുവശവും കൂറ്റൻ കെട്ടിടങ്ങളാണ്. ഇവയിൽ റെസിഡൻഷ്യൽ കോംപ്ലക്സുകളുണ്ട്, ഷോപ്പിംഗ് മാളുകളുണ്ട്, സ്റ്റാർ ഹോട്ടലുകളുണ്ട്. ലോകത്ത് പണം കൊണ്ടൊരുക്കാവുന്ന എല്ലാ ആഡംബരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ലോകത്തിലെ തന്നെ ഉയർന്ന നിരക്കും നൽകണം. പണമിറക്കി പണം കൊയ്യുക എന്നതാണ് ഇവിടുത്തെ രീതി. അതുകൊണ്ട് തന്നെ ടൂറിസം ദുബായ് എക്കണോമിയുടെ പ്രധാന സ്രോതസ്സാണ്.
ബോട്ട് നീങ്ങിത്തുടങ്ങി. പ്രകൃതിദത്തമായി ഉണ്ടായിരുന്ന ക്രീക്കിന്റെ നീളം 14 കിലോമീറ്റർ ആയിരുന്നത് 1950കളിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ ഫലമായി 24 കിലോമീറ്ററാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. 200 മീറ്റർ മുതൽ 1200 മീറ്റർ വരെ വീതിയും 7 മീറ്റർ വരെ ആഴവും ഉണ്ടിതിന്. ഇത് ഈ പട്ടണത്തെ ദൈറ എന്നും ബുർദുബായ് എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. കാഴ്ചയുടെ വിസ്മയങ്ങൾക്കൊട്ടും കുറവില്ല. ക്രീക്കിന്റെ ഇരു കരകളെയും ബന്ധിപ്പിച്ച് നിരവധി പാലങ്ങളുണ്ട്. അവയിൽ ഒന്നാണിത്. അൽ മക്തൂം ബ്രിഡ്ജ് എന്നാണ് ഇതിന്റെ പേര്. 18ാം നൂറ്റാണ്ട് മുതൽ ദുബായ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജവംശമാണ് അൽ മക്തൂം രാജവംശം. പാലം കമനീയമായി ഇലൂമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അടിവശം പോലും പെയിന്റ് ചെയ്ത് മോടി പിടിപ്പിച്ചിരിക്കുന്നു, പ്രൗഢി വിളിച്ചറിയിക്കുമാറ്. ദുബായ് സ്കൈലൈനിലെ കെട്ടിടങ്ങളാണ് ദൂരെ കാണുന്നത്. ഏറ്റവും ഉയരത്തിൽ ടവർ പോലെ കാണുന്നതാണ് ബുർജ് ഖലീഫ. അവിടെ ഇലുമിനേഷൻ ആരംഭിച്ചിട്ടില്ല. ബുർജ് ഖലീഫയെ കുറിച്ച് വിശദമായൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നുണ്ട്. ഇലുമിനേഷൻ ആരംഭിച്ചു. LED വാളുകൾ ഉപയോഗിച്ച് നടത്തുന്ന ഈ വർണ്ണവിസ്മയം ലോകത്ത് മറ്റെവിടെയും ഇത്തരത്തിൽ ഒരുക്കിയിട്ടില്ല. ബോട്ടിൽ ഡിന്നർ ആരംഭിച്ചു. ബുഫേ രീതിയിലാണ്. ചിക്കനും ബീഫും റൈസും വെജിറ്റബിൾസും എല്ലാം അടങ്ങിയ വിഭവസമൃദ്ധമായ അൺലിമിറ്റഡ് ഡിന്നർ. ഞങ്ങളും ഭക്ഷണത്തിന്റെ ക്യൂവിൽ ഇടം പിടിച്ചു. വർണ്ണ കാഴ്ചകളെ സാക്ഷി നിർത്തി ഭക്ഷണം കഴിച്ചു. ദുബായ് ഫെസ്റ്റിവൽ സിറ്റിക്ക് മുന്നിലെ ഫൗണ്ടനുകളാണിവ. ആഡംബരപൂർണങ്ങളായ മാളുകളും റെസ്റ്റോറന്റുകളും എല്ലാം അടങ്ങിയതാണ് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി. ഇത് ഇവിടുത്തെ ലൈബ്രറി ബിൽഡിംഗ് ആണ്. മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറി എന്നാണ് ഇതിന്റെ പേര്. 1.5 മില്യൺ പ്രിന്റഡ് പുസ്തകങ്ങളും 2 മില്യൺ ഡിജിറ്റൽ ബുക്സും 1 മില്യൺ ഓഡിയോ ബുക്സുമുള്ള ഈ ലൈബ്രറി ജനങ്ങൾക്കായി തുറന്നു നൽകിയത് 2022 ജൂൺ 16-നാണ്. ബോട്ടിൽ എന്റർടൈൻമെന്റ് പരിപാടികൾ ആരംഭിച്ചു. ടണോറ എന്നുപേരുള്ള ഒരു ഈജിപ്ഷ്യൻ നൃത്തരൂപമാണിത്. ഈ നൃത്തം പുരുഷന്മാർ മാത്രമേ ചെയ്യാറുള്ളൂ. ഒരു പ്രത്യേക ആക്സിസിൽ ആന്റി ക്ലോക്ക് വൈസിൽ കറങ്ങിക്കൊണ്ടാണ് ഇതിന്റെ പെർഫോമൻസ്. നൃത്തം കാണുക.
ഇതാ മറ്റൊരു എന്റർടൈൻമെന്റ്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആഘോഷിക്കുന്നു. നൃത്തം അവസാനിച്ചെങ്കിലും കലാകാരന്മാർ വേദി വിട്ടെങ്കിലും അതിന്റെ അലയൊലികൾ ഏറ്റുവാങ്ങിയ ചിലരെങ്കിലും ഇപ്പോഴും നൃത്തം തുടരുകയാണ്. ഒന്നര മണിക്കൂറോളം നീണ്ടുനിന്ന ക്രൂയിസ് യാത്ര ഇവിടെ അവസാനിച്ചു. ഇനി പുറത്തേക്ക്. ആകർഷണീയമായൊരു ആഘോഷരാവിന്റെ അലങ്കാരങ്ങളും മനസ്സിലേറ്റി ഞങ്ങൾ സാവധാനം നടന്നു പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക്.